ഹലോ വെൽക്കം ബാക്ക് ടു ദിസ് ഇസ് മൈ ജേണി. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹൈദരാബാദിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്പോട്ടിലോട്ടാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോകാൻ പോകുന്നത് രാമോജി റാവു ഫിലിം സിറ്റിയിലോട്ടാണ്. തെലങ്കാന സ്റ്റേറ്റിലെ ഹൈദരാബാദാണ് ഈ ഒരു ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലെ വിജയവാഡയിൽ ഹയാത്ത് നഗർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. 1593 രൂപയാണ് ടിക്കറ്റ് ഫെയർ. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ ഈ ഫിലിം സിറ്റി മുഴുവൻ കറങ്ങി കാണാൻ പോകുന്നത്. ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് അവർ നിശ്ചയിച്ചിട്ടുള്ളൊരു സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇറക്കും. അവിടുത്തെ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് അടുത്ത ബസ്സിൽ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളോ ബസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അകത്തോട്ടേക്ക് കടത്തി വിടുകയില്ല. ഫിലിം സിറ്റിയിലേക്ക് കയറി കഴിഞ്ഞാൽ മുഴുവനും അവരുടെ ബസ്സുകളും അവരുടെ വെഹിക്കിൾസും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന പല ഭാഷകളിലെയും പല സിനിമകളുടെയും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് സൈഡിലും കൂടെ കാണാൻ പറ്റും. ഞാനിരുന്ന സൈഡിലെ വ്യൂ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കുട്ടിക്കാലത്ത് സിനിമ കണ്ടിട്ട് ഇങ്ങനെ ശരിക്കും സ്ഥലത്ത് തന്നെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാനും. ഫിലിം സിറ്റിനെ പറ്റിയിട്ട് വളരെ റീസെൻ്റായിട്ടാണ് അറിയുന്നതും പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നതും. ഹൈദരാബാദിൽ വന്നാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. ഇത് കാണാനായിട്ട് ഒരു ദിവസം മുഴുവനും വേണ്ടിവരും എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. കാരണം അത്രയും ഏക്കർ അതങ്ങനെ വികസിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുഴുവനും കണ്ടു തീർക്കാനായിട്ട് ഒരു ദിവസം മതിയാവാതെ വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഷൂട്ടിങ് കഴിഞ്ഞ സിനിമകളുടെ സ്പോട്ട് ഒരു ലൊക്കേഷൻ ചിലത് പൊളിക്കാതെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കതും കാണാൻ പറ്റും. ഈ കാണുന്ന ബിൽഡിങ്ങുകളിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങുകളല്ലാതെ ബാക്കിയെല്ലാം സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ലൊക്കേഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി നമ്മളിനി ആദ്യത്തെ നമ്മുടെ സ്പോട്ട് കാണാൻ പോവുകയാണ്. ഇവിടുത്തെ വേൾഡ് റെക്കോർഡിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ കയറിയത് ഈ ഒരു എൻട്രൻസ് വഴിയാണ്. ഇത് കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് 2023 ഒക്ടോബറിൽ ഞാൻ ചെയ്ത യാത്രയാണ്. അതാണ് ഇപ്പോൾ 2024 ജൂണിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു എൻട്രൻസ് വഴി കയറുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ്. നല്ല ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു പേടിപ്പിക്കുന്ന അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ചെറിയൊരു മഴ പെയ്യുന്ന എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ നടന്ന് മുൻപോട്ടേക്ക് പോകുമ്പോഴാണ് അടുത്തൊരു സെക്ഷനായിട്ട് ഈ നാഗമാണിക്യം സ്റ്റൈലിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു പാലം പോലെയൊക്കെ ചെയ്ത് രണ്ട് സൈഡിലും വെള്ളമൊക്കെ വീഴുന്ന രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാമ്പുകൾ, നമ്മൾ ഈ പുറ്റിൽ നിന്ന് പാമ്പ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന അങ്ങനത്തെ കാഴ്ചകളൊക്കെ അവിടെ കാണാനുണ്ടാവും. ഇത് കറങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് തരുന്ന നാഗമണിക്കാണ് ഇപ്പോൾ കണ്ടത്. ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഒരു തണുപ്പാണ്. ഒരു ഗുഹ സെറ്റപ്പ് പോലെയാണ് കംപ്ലീറ്റ് അത് സെറ്റിട്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ചേർന്ന് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പല സിനിമകളും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് എന്നുള്ള ആ ഒരു കാര്യം അപ്പോഴാണ് ഞാനും ശരിക്കും റിയലൈസ് ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ ഫിലിം സിറ്റി കാണുവാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടേക്ക് നോക്കിയാലും നല്ല തിരക്ക് കാണാൻ പറ്റും. തിരക്കുള്ളത് കൊണ്ട് തന്നെ സമാധാനത്തിൽ നമുക്ക് നടന്ന് കാണാം. പക്ഷേ സമയത്തിൻ്റെ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ അടുത്ത് കാണാൻ പോകുന്നവരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളെക്കാൾ നന്നായിട്ട് സ്കെൽട്ടൺ ചിരിച്ചു എന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് ചെറിയൊരു പാലം പോലത്തെ സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ സ്ഥലത്തും നല്ല റെഡ്, ബ്ലൂ, ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷൻ ലൈറ്റ്സൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് നിന്ന് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്ന് കുറച്ച് ആ ഒരു ക്യൂ മുന്നോട്ടേക്ക് നീങ്ങുന്നത് കണ്ടപ്പോഴേക്കും തന്നെ അടുത്തൊരു സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു ഇല്യൂഷൻ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നൊരു സംഭവമായിരുന്നു ഇത്. അതിലൂടെ നടക്കുമ്പോൾ നമ്മളതിന് ചുറ്റും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തല കറങ്ങുന്നത് പോലെ തോന്നുമായിരുന്നു. കുറച്ച് നേരമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ ഏകദേശം തീരാറായി എന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇതിലും ഇങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ സംഭവം നല്ല രസമുള്ള സംഭവമായിരുന്നു കേട്ടോ. കാരണം ഒന്ന് മാറി വേറൊന്നിങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്നു. അത് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കയറ് കൊണ്ട് ഇങ്ങനെ പിരിച്ച് കെട്ടിയിട്ടുള്ള ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് അടുത്ത ഭാഗത്തെത്തി. അവിടെയാണെങ്കിലും മൊത്തം നല്ല പാറ ആ ഒരു ലുക്കിൽ വരുന്ന സംഭവങ്ങളായിരുന്നു ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ലൈറ്റ് കത്തുന്ന പാറ.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം തീർന്നു. ഞങ്ങൾ പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അവിടെ ഞങ്ങളുടെ കൂടെ വന്ന രാജൻ എന്ന് പറയുന്ന അങ്കിൾ ചെറുതായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതാണ് പാർട്ട് 1. പാർട്ട് 2 ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. സോ താങ്ക്